Hello all and welcome to Career Talks with Avodha. അപ്പോൾ ഇന്നത്തെ Career Talk നമ്മോടൊപ്പം ഉള്ളത് ശ്രുതിയാണ്. ശ്രുതി, വെൽക്കം ടു Career Talks with Avodha. ഓക്കെ, ശ്രുതിയുടെ വീട് എവിടാ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്, ചെറിയൊരു മോളുണ്ട്. ഓക്കെ. അപ്പം ഏത് കോഴ്സ് അവധി ചെയ്തിരുന്നേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഹോസ്പിറ്റൽ ഫീൽഡിനായിരുന്നു എനിക്ക് താല്പര്യം. ഇപ്പൊ വളർന്നു വരുന്ന ഒരു ഫീൽഡാണല്ലോ ഹോസ്പിറ്റൽ ഫീൽഡ്. അപ്പൊ ഒരു ജോബ് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ ഓക്കെ. അപ്പം നേരത്തെ എന്താ പഠിച്ചിരുന്നതിനെ കുറിച്ചൊരു ഷോർട്ട് ആയിട്ടൊന്ന് പറയാമോ? നേരത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? ഞാൻ SSLC പ്ലസ് ടു കഴിഞ്ഞേരെ DMLT എന്ന് പറഞ്ഞ കോഴ്സ് ആയിരുന്നു ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞേരെ മേരീഡ് ആയപ്പോ ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷമാണ് ഇപ്പൊ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്. അബോധയുടെ ഇന്റേൺഷിപ്പിലാണ് മലബാർ ഹോസ്പിറ്റല് OP-ലാണ്. ഇപ്പൊ വർക്കിംഗ് ആണല്ലേ? ഇപ്പൊ വർക്കിംഗ് ടൈം ആണ്. ഓക്കെ. സോ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒരു കോഴ്സ് അന്വേഷിക്കുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞു? അവോധ ഞാൻ ഫ്രണ്ട് വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി അങ്ങനെയാണ് അവോധയായിട്ട് കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ. സോ കോണ്ടാക്ട് ചെയ്തിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് ചൂസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമായിരുന്നു. മനസ്സിലാക്കാൻ പറ്റും ക്ലാസ് ആയിരുന്നു. ഓക്കെ. ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു? ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതില് സോൾവ് ചെയ്യാനുള്ളതുണ്ട്. ലൈവ് സെക്ഷനിൽ ഉണ്ടായിരുന്നു. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ തന്നെ ക്ലിയർ ചെയ്തിട്ടില്ല ഡൗട്ട് കാര്യങ്ങളൊക്കെ? അപ്പൊ തന്നെ ക്ലിയർ ചെയ്തു. ഒന്ന് വെയിറ്റ് കുറെ ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു? ജാപ്പ് അറ്റൻഡ് ചെയ്തു. ഓക്കെ. ജാപ്പിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയാം. ജാപ്പ് നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ കിട്ടിയ ജോബ് ID എല്ലാം പറഞ്ഞായിരുന്നു എന്താ ചെയ്യേണ്ടതൊക്കെ. ഞങ്ങൾ 2 കുട്ടികളുണ്ടായിരുന്നു മലബാർ ഹോസ്പിറ്റലിലേക്ക്. സോ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ 2800 ഫീസ് സ്ട്രക്ചർ ശ്രുതി കേട്ടാണ്. സോ 2800 ഈ കോഴ്സ് ചെയ്ത വെറുതായിരിക്കും തോന്നിയിരുന്നു? തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇന്റേൺഷിപ്പിലാണ് കറന്റ്. സോ എന്താണ് ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർ ഹാപ്പിയാണ്? ഫാമിലി അവർ ഹാപ്പിയാണ്. ഒരു ജോബ് എന്തായാലും ജോബ് വേണമല്ലോ. അപ്പൊ ഈ ഒരു ടൈമിൽ കൊണ്ട് പെട്ടെന്ന് ഇതിൽ കയറാൻ പറ്റി, ഇന്റേൺഷിപ്പ് കഴിയാൻ പറ്റി. അപ്പൊ നമുക്ക് വേറെ എവിടെയെങ്കിലും മാറണമെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. താങ്ക് യു ശ്രുതി. അപ്പൊ നമുക്ക് ഇത്രയും ടൈം നമുക്ക് സ്പെൻഡ് ചെയ്തതിനും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് Career Talk. താങ്ക് യു.